നമസ്കാരം. ഇന്ന് നമുക്ക് ഇവറ്റൽ ആർഎക്സിൽ സെയിൽസ് റിട്ടേൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായി മുകളിലത്തെ സെയിൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് സെയിൽസ് ലിസ്റ്റിംഗ് പേജ് ആണ്. നമുക്ക് രണ്ട് വിധത്തിലാണ് സെയിൽസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് ബില്ലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട്, രണ്ടാമതായി മാനുവലി റിട്ടേൺ ചെയ്യാൻ പറ്റും. സെയിൽസ് ലിസ്റ്റിംഗ് പേജിൽ നിന്ന് നമുക്ക് ബില്ല് സെലക്ട് ചെയ്യണം. അതിനായി ബിൽ നമ്പർ വെച്ച് ഓർഡർ നമ്പർ വെച്ചും നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. കസ്റ്റമറുടെ പേരും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ വെച്ച് നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ബില്ല് ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഏത് ബില്ലാണോ റിട്ടേൺ ചെയ്യേണ്ടത് ആ ബില്ല് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് പ്രൊഡക്റ്റിന് തൊട്ടായി ഒരു ബോക്സ് ഉണ്ടാവും. അതിലോട്ട് ടിക്ക് ചെയ്ത് വലതുഭാഗത്ത് മുകളിലായി മോർ ഓപ്ഷൻ ഉണ്ടാവും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. റിട്ടേണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് സെയിൽസ് റിട്ടേൺ ബില്ല് ഓപ്പൺ ആയി. ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ പ്രീഫിൽ ആയിട്ടുണ്ട്. വലതുഭാഗത്ത് പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്ത് നമ്മൾ ബില്ല് സേവ് ചെയ്യും. ഇത് നമ്മൾ ബില്ലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് റിട്ടേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കിയത്. ഇനി നമുക്ക് മാനുവലി റിട്ടേൺ ബില്ല് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മുകളിലത്തെ സെയിൽസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. താഴെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ റിട്ടേൺ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയ റിട്ടേൺ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കസ്റ്റമറുടെ പേര് മാനുവലി ടൈപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആർക്കാണോ ബില്ല് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഡോക്ടർ നെയിം നമ്മൾ ആഡ് ചെയ്യും. എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ മാനുവലി ആണ് എൻട്രി ചെയ്യുക. പ്രോഡക്റ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് ബാച്ച് നമ്പർ ആഡ് ചെയ്ത് എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റി നമ്മൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യും. അതിനുശേഷം മുകളിലത്തെ പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ ക്രെഡിറ്റ് മോഡിലാണ് സേവ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡെബിറ്റ് വൗച്ചർ കസ്റ്റമറിന് ജനറേറ്റ് ആവും. ഇതേ കസ്റ്റമർ അടുത്ത തവണ നമ്മുടെ ഫാർമസിയിലോട്ട് വരുമ്പോൾ അവരുടെ ബില്ലിൽ ഈ വൗച്ചർ നമ്മൾ ആഡ് ചെയ്ത് ബില്ല് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വലതു ഭാഗത്ത് മുകളിലായി സേവ് ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾക്ക് സെയിൽസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. താങ്ക്